യുകെയിൽ ആഞ്ഞടിച്ച ലിലിയൻ കൊടുങ്കാറ്റ്. നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലും വെയിൽസിലും അനുഭവപ്പെട്ടത് മണിക്കൂറിൽ 70 മൈൽ വേഗതയിലുള്ള കാറ്റ്. ആഡംബര നൗക തകർന്നുണ്ടായ അപകടത്തിൽ ബ്രിട്ടീഷ് ടെക് ടൈക്കൂൺ മൈക്ക് ലിഞ്ചിന്റെ മൃതദേഹം കണ്ടെത്തി. കാണാതായ ലിഞ്ചിന്റെ 18 വയസ്സുള്ള മകൾക്കായി തിരച്ചിൽ തുടരുന്നു. ടാറ്റ സ്റ്റീലിന് പിന്നാലെ ബ്രിട്ടീഷ് സ്റ്റീലും തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു. 2500 പേർക്ക് തൊഴിൽ നഷ്ടമാകും. രണ്ടാം സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ നടത്തണമെന്ന് വ്ളാദിമിർ സെലൻസ്കി. ഇന്ത്യ ഉടൻ സന്ദർശിക്കുമെന്നും പ്രഖ്യാപനം. ബൈഡൻ ട്രംപ് ഭരണകാലത്തെ ഉദ്യോഗസ്ഥരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പിന്നിൽ ഇറാൻ സംഘമെന്ന് മെറ്റ. ഉറക്കെ പാടാനോ വായിക്കാനോ പാടില്ല. അന്യപുരുഷന്മാരെ നോക്കരുത്. അഫ്ഗാനിൽ പുതിയ നിയമവുമായി താലിബാൻ. നേപ്പാൾ ബസ് അപകടം. മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 41ആയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസിന് ശുപാർശയില്ല. പരാതിപ്പെട്ടാൽ മാത്രം കേസ്. സർക്കാർ നിലപാടിൽ ബൃന്ദ കാരാട്ടും. 12,000 അടി ഉയരത്തിൽ കുടുങ്ങി ഇന്ത്യൻ വ്യോമസേനയുടെ അപ്പാഷെ ആക്രമണ ഹെലികോപ്റ്റർ. രഞ്ജിത്തും സജി ചെറിയാനും രാജിവെക്കണം. പ്രതികരണവുമായി വി.ഡി. സതീശൻ. സിനിമയിൽ നടിക്കും നടനും തുല്യവേതനം തള്ളി നിർമ്മാതാക്കളുടെ സംഘടന. പ്രതിഫലം നിർമ്മാതാക്കൾ തീരുമാനിക്കും.